നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഉറങ്ങിക്കിടന്നിരുന്ന യുവാവിന് ദാരുണാന്ത്യം. മണലൂർ ഗോതമ്പ് റോഡിൽ താമസിക്കുന്ന മരമുറി തൊഴിലാളിയായ തൃപ്പണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വീടുപണിയുടെ ഭാഗമായി വീടിനോട് ചേർന്ന് കെട്ടിയ ഓലഷെഡിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു വിഷ്ണു. രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ പറമ്പിലുണ്ടായിരുന്ന മരം ഷെഡിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെയാണ് വീട്ടുകാർ വിഷ്ണുവിനെ മരത്തിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് അന്തിക്കാട് പോലീസും നാട്ടുകയിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബം താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മരം ചാഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് വിഷ്ണുവിന്റെ മാതാവ് വള്ളിയമ്മയെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നതിനാൽ ഇവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സുധർമ്മൻ ചിരുകണ്ടത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് എന്നിവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാർ അപകടത്തെ തുടർന്ന് 1 വർഷമായി ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുന്നംകുളം കാണിയമ്പാൽ സ്റ്റുഡൻസ് റോഡിൽ എരുവിൽ 58 വയസ്സുള്ള ലക്ഷ്മണനാണ് മരിച്ചത്. 2025 മെയ് 27-നുണ്ടായ കാർ അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. പരേതരായ ചോഴി ഉണ്ണൂലി ദമ്പതികളുടെ മകനാണ്. ശൈലജ ഭാര്യയും ആതിര, അക്ഷയ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തി. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം നടത്തി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ചങ്ങരംകുളം ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഹിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായാണ് വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങിവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം പുറകിലുണ്ടായിരുന്ന കാറിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ആദ്യം ചങ്ങരംകുളം ആലങ്കോടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജഹാനയുടെ ഖബറടക്കം ആലങ്കോട് നടത്തി. ഇതിനുശേഷമാണ് ഷാഹിദിന്റെയും ഷഹീനയുടെയും മൃതദേഹങ്ങൾ നീണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. AC മൊയ്തീൻ MLA, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കനത്ത മഴയെ തുടർന്ന് ദേശീയപാത 66 തിരുവത്ര മേഖലയിൽ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്ത മഴയിലാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. തിരുവത്ര സൈഫുള്ള റോഡിന് സമീപവും അത്താണി കിഴക്ക് സർവീസ് റോഡിലുമാണ് വെള്ളക്കെട്ട് മൂലം ഏറെ ബുദ്ധിമുട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അത്താണി കിഴക്ക് നിരവധി വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറി. ചില വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടത്തുകാർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ദേശീയപാത അധികൃതർ കാനം നിർമ്മിച്ചെങ്കിലും ഇതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അത്താണിയിൽ കാനയിൽ നിന്ന് വലിയ രീതിയിൽ മുകളിലേക്ക് വെള്ളം കയറുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറം തിരുനാൾ കൊടിയേറ്റി. ജൂൺ 6 ശനി മുതൽ ജൂൺ 12 വെള്ളി വരെ രാവിലെ ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും, വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ജൂൺ 13 ശനിയാഴ്ച രാവിലെ 6:30
ഇടവക ദൈവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പുമുണ്ടാകും. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അൽജോ കരേരക്കാട്ടിൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും കുഞ്ഞന്തോണിമാരുടെ പ്രസിദ്ധന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങൾക്ക് ചെയർമാൻ ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, ഡീക്കൻ ജോബിൻ നടക്കൽ CST, വൈസ് ചെയർമാൻമാരായ സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ജനറൽ കൺവീനർ പേൾ ജൂബി ചുങ്കത്ത്, ജോയിന്റ് ജനറൽ കൺവീനർ ലില്ലി ആന്റണി, സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. കടവല്ലൂർ GHSS സ്കൂളിൽ LD ക്ലർക്ക് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 10-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് അസൽ രേഖകളുമായി കൂടിക്കാഴ്ചയ്ക്കെത്തണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭ പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, ആശാപ്രവർത്തക എന്നീ ഒഴിവുകളിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, ബയോഡേറ്റ, അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കൊപ്പം അപേക്ഷ ജൂൺ 15-ന് 3 മണിക്ക് മുമ്പായി പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപേക്ഷകർ ജൂൺ 19-ന് രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ ഒറിജിനൽ രേഖകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 255 4200 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. ഗാർഡനേഴ്സിനെ ആദരിച്ചുകൊണ്ടും ഔഷധച്ചെടികൾ നൽകിക്കൊണ്ടും വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടും കുന്നംകുളം പ്രൊവിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ക്യാമ്പസിലെ ചെടികളും തോട്ടങ്ങളും പരിപാലിക്കുന്ന ഗാർഡനർ RH അലി, വാർഡൻ സതി സുരേഷ് എന്നിവരെയാണ് ആദരിച്ചത്. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ വിദ്യാർത്ഥി പ്രതിനിധി പാർവതി ചൊല്ലിക്കൊടുത്തു. ഔഷധത്തൈ വിതരണവും നടത്തി. അധ്യാപകരായ വിബീഷ് വിജയൻ, ആൽഫിൻ ജോസ്, പ്രൊഫിൻ പോൾ, കൃഷ്ണദാസ് MC, അഖില, അനുഷ, വിദ്യാർത്ഥികളായ നെഹല M, ശ്രീഹരി KR എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ പ്രഭാഷണവും ഫലവൃക്ഷത്തൈ വിതരണവും നടത്തി. വാർഡ് കൗൺസിലർ OG ബാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ജിജി പോൾ യുദ്ധവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം നടത്തി. KSSPU കുന്നംകുളം സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CD ലൂസി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സുധീഷ് KK, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സുജിത്ത് KR, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഷിനി KG, ഫ്രാൻസിസ് KO, റീത്ത പിയൂസ് എന്നിവർ സംസാരിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന പരിസ്ഥിതി കമ്മീഷൻ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആർത്താറ്റ് അരമനയിൽ 10 റംബൂട്ടാൻ തൈ നട്ടു. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, പരിസ്ഥിതി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് വിൽസൺ, സെക്രട്ടറി പോളി മാത്യു, ജോയിന്റ് സെക്രട്ടറി ഷൈസി മോഹൻ, VI സ്റ്റീഫൻ, കമ്മിറ്റി അംഗങ്ങളായ PT ഐസക്, KC പ്രിൻസ്, റോജോ CJ, ഷാജി മനന്തൻ, CV ബാബു, എഡ്വി സക്കറിയ എന്നിവർ സന്നിഹിതരായിരുന്നു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ വിപുലമായി ആചരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ ജിൻസി സജു ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക മെറീന ബിജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, MPTA വൈസ് പ്രസിഡന്റ് ഹേമ സുജിത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ഹരിതസഭ ചേരുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ ഭൂമിക്കായി ഒരു സ്നേഹസമ്മാനം, കരുതാം കാവലാകാം, നല്ലൊരു ഭാവിക്കായി എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി വിദ്യാലയത്തിൽ കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചു. മുഴുവൻ കുട്ടികൾക്കും മുന്തിരിത്തൈ, തുണിസഞ്ചി എന്നിവ വിതരണം ചെയ്തു. കുട്ടികൾക്കായി പ്രസംഗം, കവിതാലാപനം, പോസ്റ്റർ രചന തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അധ്യാപകരായ CCKT, മരിയ റോയ്, പോൾ K ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു ബൂത്തിൽ 10 വൃക്ഷം 1 ലക്ഷം വൃക്ഷത്തൈകളുമായി BJPയുടെ പ്രപഞ്ച രക്ഷായജ്ഞം.
കുന്നംകുളം മണ്ഡലം പോർക്കുളം പഞ്ചായത്തിൽ 60-ാം ബൂത്തിൽ തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം ട്രഷറർ KV വിഗീഷ്, പഞ്ചായത്ത് അധ്യക്ഷൻ MV വിനോദ് കുമാർ, ജനറൽ സെക്രട്ടറി സദാനന്ദൻ, സുധീർ പോർക്കുളം, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ കടവല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. പരിസ്ഥിതി ദിനത്തിന്റെയും പഞ്ചായത്തിലെ കോട്ടോൽ അംബേദ്കർ ഉന്നതിയിൽ മമ്മിയൂർ LF കോളേജിലെ NSS വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഔഷധത്തോട്ടത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ വൈസ് പ്രസിഡന്റ് KM സലിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടന്ന ദിനാചരണത്തിൽ LF കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ ബിൻസി മുഖ്യാതിഥിയായി. പരിസ്ഥിതി പ്രവർത്തകനും കർഷക അവാർഡ് ജേതാവുമായ M ബാലാജി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, പ്രതിപക്ഷാംഗം നിഷ അരേക്കത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ജിഷാർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി രേഖ K നായർ നന്ദിയും പറഞ്ഞു. BJP തൃശൂർ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈക്ക് അദ്ദേഹം രാധ എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രധാനാധ്യാപിക ജൂലിയറ്റ് K അപ്പുക്കുട്ടൻ, പ്രിൻസിപ്പൽ M ജയശ്രീ, PTA പ്രസിഡന്റ് AV റൈനസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്മണ്ണൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് പരിസരത്ത് വൃക്ഷത്തൈകൾ നടീൽ നടത്തി. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു ശേഷം പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമി പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികൾ ഖബറിസ്ഥാനിൽ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷത്തൈകൾ മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃക ആക്കാവുന്നതാണെന്ന് മഹൽ പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ അഭിപ്രായപ്പെട്ടു. മഹല്ല് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ IP അബ്ദുൾ റസാഖ്, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, മഹല്ല് നിവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മഹല്ല് സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ് നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല ഹാളിൽ നടന്ന ദിനാചരണം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം KA രമേശ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P ബാലചന്ദ്രൻ അധ്യക്ഷനായി. K രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മധു ചൂണ്ടൽ, CJ ഫ്രാൻസിസ്, സുലൈമാൻ, CL ജോസഫ്, ലൈബ്രറിയൻ ഹേമലത, പത്മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൃക്ഷത്തൈ നടീലും പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളും സംയുക്തമായി നടത്തിയ ദിനാചരണം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേജർ KP ജോസഫ് മുഖ്യാതിഥിയായി. തുടർന്ന് ഫലവൃക്ഷത്തൈ വിതരണവും ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സംഘടനാ സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ചെറുവാശ്ശേരി, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ഷാജിജു, സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, സ്കൂൾ മാനേജർ കണിശ്ശേരി അച്യുതാനന്ദൻ, പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പുന്നയൂർക്കുളം പരൂർ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുങ്ങൽ തെക്കേപ്പടവിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും പടവ് കമ്മിറ്റി മെമ്പറുമായ ഹസൻ തളികശ്ശേരി ഫലവൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബൂബക്കർ കുന്നങ്കാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നദീറ, പൊന്നാനി കോൾ സംരക്ഷണ സമിതി സെക്രട്ടറി ജയാനന്ദൻ, ഷുക്കൂർ കോറോത്തയിൽ, ജയൻ കാണങ്കോട്ട്, PK വിനോദ്, റാഫി മാലിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ വൈഗാദാസ്, ഫാത്തിമ ഷെറിൻ തുടങ്ങിയവരും പങ്കെടുത്തു. VK യൂസഫ് സ്വാഗതവും പടവ് കമ്മിറ്റി സെക്രട്ടറി AT അബ്ദുൾ ജബ്ബാർ നന്ദിയും പറഞ്ഞു. ഞമനേങ്ങാട് പഴയ കണ്ടംപുള്ളി ALP സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ നിഷ മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KS മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക രമാദേവി ടീച്ചർ സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രദീപ് കണ്ടംപുള്ളി, സജീവ് കണ്ടംപുള്ളി, സിനി ടീച്ചർ, നാസർ മാസ്റ്റർ, ഉഷ ടീച്ചർ, പുഷ്പാകരൻ കാവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് കരിച്ചാൽ ഊരിക്കുന്നത്ത് പരേതനായ അഹമ്മദിന്റെ മകൻ യൂസുഫ് ഹാജി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചമ്മനൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ഫാത്തിമയാണ് ഭാര്യ. ആമിന, റംല, റഹീം, റഹീന, റഹ്മത്ത്, റമീന, സൗദ എന്നിവർ മക്കളാണ്. കുന്നംകുളം പട്ടാമ്പി റോഡ് നെപ്പൻസ് ലൈനിൽ പരേതനായ കൊള്ളന്നൂർ ജോബ് മകൻ സുജോ നിര്യാതനായി. 55 വയസ്സായിരുന്നു. പെറ്റർ എഞ്ചിൻ സ്റ്റോഴ്സ് സ്ഥാപന ഉടമയാണ്. സംസ്കാരം
ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. സൂസന്ന മാതാവാണ്, ജിൻസി ഭാര്യയും, സ്റ്റുവർട്ട്, സാൻഡ്രിയ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.